السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. ഞാൻ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് ഏകദേശം ഒരു 10-11 വർഷക്കാലം കൊണ്ട് അന്ന് ആ മകൾക്ക് 20-21 വയസ്സേ ഉള്ളൂ. ക്യാൻസറിൻ്റെ രോഗം കൊണ്ട് വേദനകൾ കൊണ്ട് കടിച്ചമർത്തിയ ദിനരാത്രങ്ങൾ. 5 നേരവും അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമസ്കരിച്ച് പടച്ചവൻ നൽകിയ സങ്കടങ്ങളും വേദനകളുമെല്ലാം പടച്ച റബ്ബിൻ്റെ പരലോകത്തിനു വേണ്ടി ക്ഷമിക്കുകയും സബർ ചെയ്യുകയും ചെയ്ത ആ പെൺകുട്ടി ഇന്നലെ രാത്രി 12 മണിയോടുകൂടി അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങി. സന്തോഷത്തോടുകൂടി സ്വന്തം സ്ഥലത്തൊരു വീടെല്ലാം നിർമ്മിച്ച് ഒക്കെ ആയതിനു ശേഷം വീണ്ടും ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജിലേക്ക് വന്നു. ഡോക്ടറും ഹോസ്പിറ്റലുമൊക്കെ കൈയൊഴിഞ്ഞെങ്കിലും വേദനകൾ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോഴും ഇന്നല്ലാഹ മഅന, തീർച്ചയായും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ആ പെൺകുട്ടി വേദനകൾ കടിച്ചമർത്തുന്നുണ്ടായിരുന്നു. ദുബൈയിലെ ഒരു വാർത്താ ചാനലിൽ ഒരു 17 വയസ്സുള്ള ഒരു പൊന്നുമകൾ ഇതുപോലെ ക്യാൻസർ വന്നിട്ട് മുടിയെല്ലാം നഷ്ടപ്പെട്ടു പോയ ആ പെൺകുട്ടി വേദനകൾ കൊണ്ട് പ്രതിസന്ധിയിലാകുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം ശരീരത്തിൻ്റെ രോമകൂമങ്ങളിൽ പോലും വ്രണങ്ങളും മുറിവുകളുമൊക്കെ വന്ന് പ്രയാസപ്പെട്ടപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബിനെയും നിങ്ങൾ ഓർക്കുക. തൻ്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം സഹസ്രാബ്ദങ്ങൾക്കപ്പുറം പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥന ആ പൊന്നുമകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അന്നീ മസ്സനിയൽ ദുർറു, പടച്ച റബ്ബേ, വേദനകളും ദുരിതങ്ങളും പ്രയാസങ്ങളും എന്നെ ബാധിച്ചിരിക്കുന്നു. പക്ഷേ വ അൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യകരിൽ വച്ച് ഏറ്റവും കാരുണ്യവാനാണല്ലോ അള്ളാഹുവേ. നീ കരുണ ചെയ്യുന്നവരിൽ വച്ച് ഒരു ഉമ്മ മകനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ, ഒരു ഉപ്പ മകളോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ റബ്ബേ നിൻ്റെ കാരുണ്യം വളരെ വലുതാണ്. അതുകൊണ്ട് അന്നീ മസ്സനിയൽ ദുർറു, പടച്ച റബ്ബേ എന്നെ വേദനകൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, പക്ഷേ ഞാൻ നിരാശനല്ല. വ അൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ നീ കരുണ ചെയ്യുന്നവരിൽ വച്ച് അത്യോദാരനാണ് റബ്ബേ, അതുകൊണ്ട് നീ കരുണയും ഔദാര്യവും കാണിക്കണേ എന്ന് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദുബൈയിലെ ആ വീഡിയോയിലൂടെ ആ പെൺകുട്ടിയുടെ പ്രാർത്ഥന കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും സഹിക്കാനാകാത്ത വേദനകൾ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു പരിരക്ഷയും സംരക്ഷണവും നൽകുമാറാകട്ടെ. നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിപ്പിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്,
നിൻ്റെ കാരുണ്യം കൊണ്ട് റബ്ബേ നിന്നോട് ഞാനൊരു സഹായം ചോദിക്കുന്നു. എന്ത് സഹായമാണ് വേണ്ടത്? ആ സഹായം എന്താണ് വേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ്. എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളുമാകട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, ഇണയുടെ, മക്കളുടെ, അയൽവാസികളുടെ, ആത്മസുഹൃത്തുക്കളുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം റബ്ബേ നിന്നിലേക്ക് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഅസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തക്ൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. എൻ്റെ കണ്ണ് അടച്ചു തുറക്കുന്ന, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാഹുവേ. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പരിശ്രമിച്ചു കൊള്ളാം. എൻ്റെ വിഷയങ്ങൾ പടച്ച റബ്ബേ നിന്നിൽ ഞാൻ തവക്കുലാക്കുന്നു. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രികനെ പോലെ അവൻ്റെ കൈവശം 2 ലഗേജുകളുണ്ട്. അവൻ്റെ കയ്യിലും ഹാൻഡ് ലഗേജുണ്ട്. ആ അതിവേഗത്തിൽ ചീറിപ്പായുന്ന ആ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാടി ഉലയുമ്പോൾ ആ ബസ്സിൻ്റെ ഉള്ളിലെ ഒരു വൃദ്ധ മനുഷ്യൻ പറഞ്ഞു, ആ ലഗേജുകൾ ബസ്സിൻ്റെ ആ ഭാഗത്തേക്ക് വച്ചേക്ക്. അയാളുടെ കൈ ഫ്രീ ആയി, അയാളുടെ ശരീരം ഫ്രീ ആയി. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, സങ്കടങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും യാത്രയായ ആ പൊന്നുമകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിനും ആ ജീവിത പങ്കാളിക്കും സബറും സഹനതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരം മരണങ്ങളിലൂടെ അള്ളാഹുവെ ഞങ്ങളും പടച്ച റബ്ബിലേക്ക് മരണപ്പെട്ടു പോകേണ്ടവരാണെന്ന ബോധനവും നാഥ നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അഹന്തയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പൊങ്ങച്ചങ്ങളിൽ നിന്നൊക്കെ നാഥ നീ ഞങ്ങളെ കാക്കണമേ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി